ടെൻഷൻ ഒന്നും അടിക്കാതെ അഭിനയിച്ച് പൈസ മേടിച്ചിട്ട് പോകണല്ലേ ഇച്ചിരി സുഖം. അതെന്തോ ഒരു പേഴ്സണൽ ചോയ്സ് ആണ്. ഉണ്ടെങ്കിലല്ലേ അതും മര്യാദയ്ക്ക് ഡയറക്ട് ചെയ്യാൻ തീർച്ചയായിട്ടും. അപ്പം ആ ഒരു വിശ്വാസത്തിലാണ്. അപ്പൊ സ്ക്രിപ്റ്റ് ആണ്, സ്ക്രിപ്റ്റ് റൈറ്ററിന്റെ കയ്യിലാണ് ഒരു സിനിമ ഇരിക്കുന്നത്. അതങ്ങ് ഇട്ട് തരുവാണ് ഞാൻ. ഇതിലേക്ക് കൊണ്ടുവന്ന് ഇരുത്തണം ഉറപ്പല്ല. അത് നമുക്കൊന്ന് പള്ളി കൊണ്ടുവന്ന് ഇരുത്തണം. നമ്മൾ തള്ളണ്ട, അത് കറക്റ്റ് ആയിട്ട് ആ സ്പോട്ടിൽ ആ സമയത്ത് എത്തിക്കോളും. സ്റ്റോറി ടെല്ലിംഗ് ആണ് കൂടുതൽ താല്പര്യം. പ്രേക്ഷകർ എന്നല്ലേ ഞാൻ പറയാം, ഡൗൺ ആയിരുന്നു. നല്ല നല്ല സബ്ജക്റ്റുകൾ ഇല്ലാതെ സിനിമയിൽ പ്രേക്ഷകർ വരാതെ. പുതിയ സാധനങ്ങൾ കൊണ്ടുവരിക, പുതിയ സെനാറിയോ അങ്ങനെ ഉരുണ്ട് പോകുന്നതുകൊണ്ടാണ് മലയാള സിനിമ മുന്നോട്ട് നിൽക്കുന്നത്. മമ്മൂട്ടി കമ്പനി എപ്പോഴും സണ്ണിയുടെ പോക്കറ്റിലാണ്. പോക്കറ്റിലോ എവിടെ പിന്നെ ഇതിലെ ഒരു ഡയറക്ടറാണ് നല്ല നടൻ. നേരത്തെ പറഞ്ഞ പോലെ സണ്ണി ചിലപ്പോ എന്നോട് ദേഷ്യം ഉണ്ടെങ്കിലും സണ്ണിയുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് ഇല്ല എന്ന് തോന്നുന്നു. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് റിവ്യൂസ് മോശം, ഒരിക്കലും കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എല്ലാ ആർട്ടിസ്റ്റിനും ആവശ്യമാണ്. സിനിമ ശരിക്കും മോശമാണെങ്കിൽ അത് റിവ്യൂ ഇല്ലാത്ത സമയത്തും സിനിമകൾ പൊട്ടിയിട്ട്. നമസ്കാരം, പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ 3 അതിഥികൾ, 3 പേർക്കും സ്വാഗതം. വേല അല്ലെ, കുറെ പ്രതീക്ഷയോടുകൂടി ഇറങ്ങാൻ പോകുന്ന സിനിമയാണ്. ആദ്യം നമുക്ക് സ്ക്രിപ്റ്റ് റൈറ്റർ എടുത്ത് പറയാം അല്ലെ. തീർച്ചയായിട്ടും. എന്തുകൊണ്ട് വിശേഷമൊക്കെ? നല്ല ശരി. പ്രതീക്ഷകൾ പ്രതീക്ഷ അല്ലെ അല്ലെ ഒരുപാട് പ്രതീക്ഷകൾ. നല്ലൊരു നവംബർ. അതെ 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 അതെ. ഒരുപാട് പേരുടെ എഫേർട്ട് ഉണ്ട്. എല്ലാവരും ഒരുപാട് പ്രതീക്ഷയോടുകൂടി വന്നിട്ടുള്ള ഇതിന് ഡയറക്ടർ ശ്യാം ഫ്രണ്ടിലേക്ക് വരില്ല. അപ്പം പുള്ളിയാണെങ്കിലും ഒരുപാട് വർഷത്തെ വർക്കിംഗ് എക്സ്പീരിയൻസ് ഉള്ളതാണ്. സിദ്ധുചേട്ടൻ ഉൾപ്പെടെയുള്ള ഡയറക്ടേഴ്സിന്റെ ഒരുപാട്, സമീർ ക, അമലേട്ടൻ, രാജീവ് രവി സാർ, ഇവരുടെ ഒക്കെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പൊ പുള്ളിയുടെ ആദ്യത്തെ പടമാണ്. അതുപോലെ തന്നെ പാഷനേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് പേര് ഇതിനകത്തുണ്ട്. മൊത്തത്തിലൊരു ടീം വർക്ക് ആണ്. പിന്നെ നമ്മുടെ സൈഡിൽ നിന്നും നല്ല രീതിയിലുള്ള ഒരു കോൺട്രിബ്യൂഷൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷയുള്ള, ചെയ്തു കഴിഞ്ഞപ്പോൾ വളരെയധികം ഹാപ്പിനെസ് തോന്നിയിട്ടുള്ള ഒരു മൂവിയാണ്. ഈ സജാജ് ഈ കഥ എഴുതുമ്പോ തന്നെ നമുക്ക് കുറെ ആളുകൾ നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ. എഴുതുമ്പോ തന്നെ നമുക്ക് കുറെ ആളുകളുടെ മനസ്സിലുണ്ടാവും. അങ്ങനെ വന്ന് ആളുകൾ തന്നെയാണോ ഇതിനകത്ത് അഭിനയിക്കുന്നത്? പിന്നീട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ? ആർട്ടിസ്റ്റുകളെ കുറിച്ച് അല്ല, നമ്മൾ ഈ കഥ ഉണ്ടാക്കി വരുമ്പോൾ തന്നെ എല്ലാവരുടെയും ഒരു ഷേപ്പ്, രൂപരേഖ ഉണ്ടായിരുന്നു. ഒരു രൂപം ഏകദേശം ഉണ്ടായിരുന്നു. പിന്നെ ഇവഞ്ച്വലി ഇതിൽ പോസിറ്റീവായിട്ടുള്ള സംഭവിച്ചിട്ടുള്ള ഒരു ഘടകം തന്നെ അതാണ്. ഇതിനകത്തോട്ട് വേണ്ട ആൾക്കാരെല്ലാം കൃത്യസമയത്ത് കൃത്യമായി അതിനകത്തോട്ട് വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലും നമ്മൾ ഹാപ്പിയാണ്. വലിയ ഭാഗ്യവാനാണ് താങ്കള്. ഞാൻ മാത്രമല്ല, ഈ മൂവിയിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും. കാരണം ഇതിന്റെ പ്രൊഡ്യൂസർ ആണെങ്കിൽ ജോർജ് ഏട്ടൻ, പുള്ളി മമ്മൂക്കയെ വെച്ചിട്ടുള്ള പടങ്ങളും എല്ലാം ചെയ്തിട്ടുള്ള ആളാണ്. അപ്പം പുള്ളി നമ്മളെ സപ്പോർട്ട് ചെയ്തു. ആ ഒരു സപ്പോർട്ട് വലിയൊരു സപ്പോർട്ട് തന്നെയായിരുന്നു. കാരണം പുള്ളി നമ്മളെ വിശ്വസിച്ചു. ഇവൻ ഷൂട്ട് നടക്കുന്ന സമയത്ത് പോലും പുള്ളി സെറ്റിൽ വന്നിട്ട് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് പോലും ചോദിക്കാറില്ല. അത്ര പോലും നമ്മളെ ബുദ്ധിമുട്ടിക്കാത്ത ഒരു വ്യക്തിയാണ്. അപ്പോ അതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമ്മള് ലക്കിയാണ്. എല്ലാം കൊണ്ട് നല്ല സമയമാണ് കേരള പിറവി. അങ്ങനെ ആട്ടെ അല്ലെ, അതല്ലേ നമ്മുടെ ആഗ്രഹം. അല്ലെ സണ്ണി, ഞാൻ ഈ ഷൂട്ട് നടക്കുന്ന സമയത്ത് പാലക്കാട് വന്നതാണ്. ഞാൻ വന്നതാണ്. ഞാൻ ലൊക്കേഷൻ പോയതാണ്. ലൊക്കേഷൻ ഞങ്ങൾ പോയതാണ്. ഞാൻ ഷൂട്ടൊക്കെ കണ്ട് ഇവരെ പോലീസ് വേഷങ്ങളൊക്കെ കണ്ടിട്ട് ഞാൻ വന്നതാണ്. വ്യത്യസ്തമായ ഒരു പോലീസ് വേഷമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഇത്തരം ഒരു പോലീസ് കഥകളായിട്ട് ഒത്തിരി കഥകൾ വന്നിട്ടെങ്കിൽ സിനിമയ്ക്കും ഈ കഥയ്ക്കും വ്യത്യാസം ഉണ്ടാവുന്നതാണ് ഞാനൊക്കെ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് കണ്ടാലേ പറയാൻ പറ്റുള്ളൂ. ഒരു പോലീസ് വേഷം എടുക്കുമ്പോൾ എന്തൊക്കെ തയ്യാറെടുപ്പ് എടുത്തിരുന്നു സണ്ണി? ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുപ്പ് എല്ലാം റൈറ്ററും ഡയറക്ടറും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ ചെയ്തിട്ടുണ്ട് കൂടുതലായിട്ടും. അപ്പൊ ആ സിനിമയ്ക്ക് സ്ലാങ്ങില് ആക്സന്റ്, അതായത് സ്ലാങ്ങില് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫിസിക് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയാ, ഒരു ഫ്രണ്ട് പോർഷൻ ചെയ്തായിരുന്നു. അപ്പൊ അവർക്കൊരു ഒരു ബാലൻസ് കൂടെ കിടപ്പുണ്ട്. ബാലൻസ് എല്ലാം കിടപ്പുണ്ട്. പിന്നെന്താ പിന്നെ പ്രിപ്പറേഷൻ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് 2 സിനിമയൊക്കെ നമുക്ക് നഷ്ടപ്പെടുത്തേണ്ടി വന്നു ഈ സിനിമയ്ക്ക് വേണ്ടി. അപ്പൊ ഈ സിനിമയുടെ കഥാപാത്രം അത്ര ഇഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കും മറ്റു സിനിമകൾ പോയാലും നമുക്ക് നഷ്ടപ്പെടാൻ തോന്നുന്നു. തീർച്ചയായിട്ടും. ഇപ്പൊ ഒരു 2 വീക്ക് മുന്നേ നമ്മള് ലൊക്കേഷന്റെ അടുത്ത് പോയി താമസിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പറഞ്ഞ പോലെ കൾച്ചറൊക്കെ പഠിക്കാനും, പിന്നെ എന്താ പറയാ, ആ ക്യാരക്ടറിനൊന്ന്
കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ ടീച്ചിങ് കോഴ്സുകളൊക്കെ ഉണ്ടായിരുന്നു ഇവരുടെ സൈഡിൽ നിന്നൊക്കെ. അതല്ലേ ഇതിലെല്ലാറ്റിന്റെയും കൂടെ നമ്മൾ ഈ സിനിമയിലേക്ക് വരും. ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ നമ്മൾ ആണല്ലോ ഒരു പോലീസ് എന്നുള്ള പോലീസ് വേഷത്തിൽ വരുമ്പോൾ നമ്മൾ ഒത്തിരി പോലീസ് കഥാപാത്രം നമ്മളൊക്കെ കണ്ടു വളർന്നവരാണ്. മമ്മൂക്കയുടെ ആണെങ്കിലും സുരേഷ് ഗോപിച്ചേട്ടൻ്റെ ആണെങ്കിലും അങ്ങനെ കുറെ പോലീസ് കഥാപാത്രം കണ്ടു വളർന്നു. അതിൽ നിന്നും ഒരു വ്യത്യസ്തമാകണമല്ലോ ഈ സിനിമ എന്ന് നമുക്ക് മനസ്സിലുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ചോദിച്ചത്, ഇത് സണ്ണി ചെയ്താൽ പ്രേക്ഷകർ ഏറ്റെടുക്കാനുള്ള സാധ്യത എന്റെ മനസ്സിൽ സ്വയം തോന്നുന്നു, അതുകൊണ്ട് ഈ സിനിമയിൽ അഭിനയിക്കാമെന്ന് തോന്നുന്നതാണോ, അതോ സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടിട്ട് ഇത് എനിക്ക് തന്നെ വേണം എന്നുള്ളൊരു ആകാംക്ഷയും ആഗ്രഹവുമായിരുന്നു? തീർച്ചയായിട്ടും ഇതിന്റെ കഥ കേട്ട് കഴിഞ്ഞപ്പം എന്റെ ക്യാരക്ടറിന്റെ പേര് മല്ലികാർജുൻ എന്നാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് ആ സ്ഥാനത്ത് വേറെ ഒരാളെ കാണാൻ പോലും എനിക്ക് എന്റെ മനസ്സ് സമ്മതിച്ചിട്ടില്ല. അപ്പൊ അത് എങ്ങനെയെങ്കിലും അത് ചെയ്യണം എന്നുള്ളൊരു അത്രയും ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്കത്. അതുകൊണ്ട് തന്നെ അതിലേക്ക് ചേർന്ന് നിന്നു. 2 സിനിമ 3 സിനിമ നഷ്ടമായാലും അതെ, കഥ പറഞ്ഞതിന്റെ നെക്സ്റ്റ് മൂമെന്റ് അത് നമ്മൾ എപ്പോഴാണ് ഈ സിനിമ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതാണ് ആ കഥയോടുള്ള ഇഷ്ടവും. പിന്നെ സിദ്ധാർത്ഥമൊക്കെ പറയുമ്പോൾ സംവിധായകനാണ്, നല്ല രീതിക്ക് സിനിമകൾ ചെയ്ത് ഫലിപ്പിച്ച വ്യക്തിയാണ്. താങ്കൾ ഇതിനകത്ത് ആക്ടറായിട്ട് വരുമ്പോൾ ഈ സിനിമ ഇഷ്ടപ്പെട്ട് ഈ സബ്ജക്ട് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയായിരിക്കുമല്ലോ വരുന്നത്. എന്താണ് ഇത് വേറിട്ട് നിന്നത് ഈ കഥ കേൾക്കുമ്പോൾ? കഥ ഈ ക്യാരക്ടർ തന്നെ അശോക് കുമാർ എന്ന് പറയുന്ന ഈ SI ഞാൻ ഇതിനു മുമ്പേ പോലീസ് വേഷം ചെയ്തിട്ടില്ല. അപ്പോ അങ്ങനെ ഒരു വേഷം, പിന്നെ ഒരു 10-50 വയസ്സിന്റെ അടുത്ത് നിൽക്കുന്ന ഒരു ക്യാരക്ടർ, കുറച്ച് മുതിർന്ന ഒരു ക്യാരക്ടർ. അപ്പൊ അതൊക്കെ കൂടെ ആയിട്ട് കിട്ടുന്ന വേഷങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വേഷം ആയതുകൊണ്ട് തന്നെ ഞാനത് ചാടിപ്പിടിച്ചു. വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, പറഞ്ഞ പോലെ. അതെ. സോ ഈ പറഞ്ഞ മാതിരി ഒരു ഡിഫറെന്റ് ആയിട്ട് പോർട്രേ ചെയ്യാനുള്ള ഒരു ഈ പറഞ്ഞ മെച്ചുവേർഡ് സാധനത്തില് നമ്മുടെ ഒരു വേഷമൊക്കെ ആയി വന്ന് മേക്കപ്പ് ഒക്കെ ചെയ്ത് വരുമ്പോൾ കൊള്ളാം, ഇത് ക്യാരക്ടർ കൊള്ളാം, നമ്മളെ തന്നെ നമ്മള് നോക്കിയിട്ട് പറഞ്ഞിട്ട് ഒരു സാധനം. ഒരു ലൊക്കേഷനിലൊക്കെ നമുക്ക് പാലക്കാട് ഒക്കെ ആയിരുന്നു ലൊക്കേഷൻ. നേരത്തെ ഇപ്പം സണ്ണിയോട് ചോദിച്ചപ്പം സിദ്ധു തന്നെ ഇടയ്ക്ക് പറയുന്നു നമ്മൾ അവിടുത്തെ സ്ലാങ്ങിന്റെ കാര്യം ഇതൊക്കെ പിടിക്കാൻ. അങ്ങനെ ഒരു ചേഞ്ചിങ് ആണോ മൊത്തത്തിൽ ഈ SI കഥാപാത്രം? അല്ല, SI അശോക് കുമാർ ഒരു സാധാ മല്ലു ഗയാണ്. അപ്പൊ അയാൾക്ക് വലിയ സ്ലാങ്സും സാധനങ്ങളും ഇല്ല, നോർമൽ സംസാരം തന്നെ. പക്ഷെ മല്ലികാർജുന അങ്ങനെയല്ല, ഹീസ് മോർ ഓഫ് ക്രോസ് ബോർഡറിൽ കിടക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പൊ അയാളുടെ സ്ലാങ്ങും ഭാഷയൊക്കെ കൾച്ചറും ഒക്കെ വേറെ, ആ ഒരു ക്രോസ് ബോർഡറിൽ കിടക്കുന്ന കുറച്ച് തമിഴ് ഇൻഫ്ലുവൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷെ അശോക് കുമാർ അങ്ങനെയല്ല, കുറച്ചുകൂടി ഒരു മലയാളി ക്യാരക്ടറാണ്. അപ്പൊ എനിക്ക് അങ്ങനെ വലുതായിട്ട് സ്ലാങ്ങിന്റെ ഡിക്ഷനോ ക്ലാസ് സാധാരണ ഇവരൊക്കെ കീഴിലിരിക്കുന്ന രസമായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. പക്ഷെ പെർഫോമൻസ് കണ്ടു കഴിയുമ്പോൾ ഏതാ SI എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ, അല്ലേ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ എല്ലാവരും വളരെ സപ്പോർട്ടീവായിട്ട് പറയുന്നതല്ല. ഒരു SI എന്ന് പറഞ്ഞാൽ മറ്റേ SIയുടെ പവറിന്റെ സാധനമുണ്ട്, ഇയാളുടെ ചില ഗെയിം പ്ലേ ഉണ്ട്, അതൊരു മനുഷ്യന്റെ ഗെയിം പ്ലേ ആണ്. SIയുടെ പവർ ഹൈറാർക്കി സാധനത്തിനെക്കാട്ടും ഇതിനകത്ത് ഒരു പ്രധാനമായിട്ട് നമ്മളൊരു കൺട്രോൾ റൂം ബേസ് ചെയ്തിട്ടാണ് ഈ കഥ പോകുന്നത്. അപ്പോ അശോക് കുമാർ എന്ന് പറയുന്ന ആൾ ആ കൺട്രോൾ റൂമിന്റെ ചീഫാണ്. അപ്പൊ അതിനൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എന്താ വെച്ചാൽ കൺട്രോൾ റൂം എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ള പോലീസിനകത്ത് ഒരുപാട് വിങ്സ് ഉണ്ട്, ക്രൈം ബ്രാഞ്ച് വേറെ, അല്ലാതെ ട്രാഫിക് വേറെ, അങ്ങനെ എല്ലാം പോലീസ് തന്നെ ആണെങ്കിലും കൺട്രോൾ റൂമിനകത്തും വേറെ ഒരു റെസ്പോൺസിബിലിറ്റിയും. ഈ കൺട്രോൾ റൂമിനകത്ത് വരുന്ന കോൾസ് ഓൾറെഡി മറ്റുള്ള ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, ഇപ്പൊ ടൗൺ സ്റ്റേഷൻ അതുപോലുള്ള മറ്റുള്ള സ്റ്റേഷൻ, ഫയർ സ്റ്റേഷനിലേക്ക് എല്ലായിടത്തേക്കും കൺട്രോൾ ചെയ്യുന്ന എല്ലാം അവിടെയാണ് എത്തുന്നത്. അതുകൊണ്ടാണ് അത് കൺട്രോൾ റൂം എന്ന് പറയുന്നത്. മീൻസ് ഒരു കൺട്രോളിംഗ് പോയിന്റ് ആണ്. എന്തുണ്ടെങ്കിലും പോലീസിലേക്ക് വരുന്നത്, എന്താണെങ്കിലും മോറൽ ഇഷ്യൂസ് ആണെങ്കിലും അല്ലെങ്കിൽ കംപ്ലൈന്റ്സ് ആണെങ്കിലും നേരെ വരുന്നത് ശരിക്കും കൺട്രോൾ റൂമിലേക്കാണ്. ഇത് ഫിൽട്ടർ ചെയ്യാന്നുള്ളൊരു സാധനം കൂടെ വരുന്ന കോൾസ് ഒക്കെ ഇത് ജെന്യൂൻ ആണോ അല്ലയോ, വെറുതെ പ്രാങ്ക് ആണോ എന്നൊക്കെ ഫിൽട്ടർ ചെയ്യേണ്ട ഒരു ജോബും ഉണ്ട്. അപ്പോൾ ശരിക്കും ഈ കൺട്രോൾ റൂമിന്റെ ഒരു നമ്മൾ അറിയാത്ത ഒരു ആസ്പെക്ട് ആണ് അവർക്ക് കിട്ടുന്ന എവറി ഡേ അവർക്ക് വരുന്ന സാധനങ്ങളും അവരെങ്ങനെയാണ് അത് കൃത്യമായിട്ട് അത് ഡീൽ ചെയ്ത് ഈ പറയണ പല കാര്യങ്ങളും, പെറ്റ്സ് കാണാതാവുക, അല്ലെങ്കിൽ റെസ്ക്യൂ സെറ്റപ്പ്, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് അലമ്പുണ്ടാവുന്നത്, ഒരു അങ്ങനെ പലതും വരുമെന്ന് അവർക്ക്. ലേഡീസ് ഹോസ്റ്റലിന്റെ വിഷയം പലതും വരും അവർക്ക്. പക്ഷെ ഇത് ശരിയാണോ ഇല്ലയോ എന്നുള്ളതൊക്കെ ആലോചിച്ചിട്ട് വേണം ഇതിന്റെ ഒരു തീരുമാനം എടുക്കാൻ. ഇല്ലെങ്കിൽ അപ്പൊ തന്നെ വേറെ കുറെ കാര്യങ്ങൾ അവർ കേൾക്കേണ്ടി വരും. they didn't react properly, they didn't act properly, അങ്ങനെ എങ്ങനെയാന്നൊക്കെ ഉള്ളത്. ഇറ്റ്സ് എ വെരി എന്താ പറയണ, ഭയങ്കര ഒരു
സത്യം പറഞ്ഞ വലിയ ആക്ഷൻ ഇല്ലെങ്കിലും ടെൻഷൻ പിടിച്ച ജോലിയാണ്. അതെ അതെ. അല്ല അത് ഇതിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു നമ്മൾ പല സിനിമയിലും അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥരുടെ കഷ്ടപ്പാടുകൾ നമ്മൾ കാണുന്നത്. ഇത് വേറെ രീതിക്ക് വേറെ രീതിയിൽ അതെ ഇതുവരെ കാണിക്കാത്ത ഒരു ഏരിയ ആണ് അത്. ഞാൻ കൺട്രോൾ റൂം എന്നുള്ളൊരു ഒരു എസ് കൊണ്ട് ഒരു ചെയിൻ ഓഫ് ആളുകളുണ്ട് അതിനെ തപ്പിപ്പോകുന്നത്. ഇപ്പൊ പറഞ്ഞ പോലെ പെറ്റ്സ് ആണെങ്കിലും മറ്റുള്ള ഇഷ്യൂസ് ആണെങ്കിലും ആ കോൾ അറ്റൻഡ് ചെയ്തതിനു ശേഷം അവിടുന്ന് നേരെ അറിയിപ്പ് പോകുന്നത് മറ്റൊരു വയർലെസ്സിലേക്കായി. അതെ അതെ അതെ. അത് അവിടുന്ന് എടുത്ത് അതുമായിട്ട് ആ കേസുമായിട്ട് പോകേണ്ടത് വേറൊരു ഉദ്യോഗസ്ഥരായിരുന്നു. അതെ അതെ. അവിടെ ചെന്നിട്ട് അത് അങ്ങനെ ഒരു സംഭവം ഇല്ലെങ്കിൽ എത്ര ടൈം വേസ്റ്റ് ആണ്. എഫേർട്ടും ഇത് വേറെ സ്ഥലത്ത് പോകണ്ടായിരുന്നു. ഒരു വലിയ ജീവിതമായിട്ട് പോലീസ് അല്ലെ. ഇതൊരു കാണാത്ത മേഖലയാണ്. സിനിമയിൽ കാണാത്ത ഒരു മേഖലയാണ് ഇത്. ബാക്കി എല്ലാം നമ്മൾ കണ്ടുപോയിട്ടുണ്ട്. ഇത് കഥയാണ് എന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റേത് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഒരു സീരിയൽ കില്ലറിനെ നമ്മൾ ചേസ് ചെയ്ത് പോകുന്നത് അങ്ങനെയൊക്കെയാണ് മറ്റുള്ള കഥകൾ വന്നിട്ടുണ്ടാവുക. മേ ബി ഇതൊരു കഥയാണ്. ഇത് മേ ബി പല പീരിയഡ്സിലും വേണമെങ്കിൽ നമുക്ക് പ്ലേസ് ചെയ്യാവുന്ന ഒരു കഥയാണ്. അപ്പൊ ഈ കഥ ഇതിന് ബേസ് ചെയ്തിട്ടാണ്, മീൻസ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ പോലീസ് കഥാപാത്രങ്ങളെ ബേസ് ചെയ്തിട്ടാണ് പോകുന്നത്. അവർക്കും ലൈഫ് ഉണ്ട്. നമ്മൾ ഈ പറയുന്ന പോലെ മിക്ക പോലീസുകാർക്കും നമ്മൾ സിനിമയിൽ കാണുന്ന പോലീസുകാരുണ്ടാവാം, നമ്മളിപ്പോ പുറത്തേക്ക് റോഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇഷ്യൂ നടക്കുന്ന സമയത്ത് ഇൻവോൾവ് ആവുന്ന പോലീസുകാരുണ്ടാവാം. ഇതൊന്നും അല്ലാതെ ഇവര് എത്ര മണിക്കൂർ ഉറങ്ങി, ഭക്ഷണം കഴിച്ചതാണോ, ഇവരുടെ ഡ്യൂട്ടി ടൈം എങ്ങനെയാണ്, ഫാമിലിയായിട്ട് ഇവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ടൈം കിട്ടുന്നുണ്ടോ, ഇതൊന്നും ആരും അന്വേഷിക്കുന്നില്ല സത്യത്തില്. അപ്പൊ വന്നില്ല അത് മാത്രം ഇവരെത്തിയില്ല വന്നില്ല അത്ര മാത്രമേ പറയുന്നുള്ളൂ. അല്ല ഇത് പറയുമ്പോൾ നമ്മൾ കണ്ണൂർ സ്ക്വാഡ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഞാൻ ആ കണ്ണൂർ സ്ക്വാഡിലെ ഒറിജിനൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഫാമിലിയെ മൊത്തം ഞാൻ ഇന്റർവ്യൂ ചെയ്തു. അപ്പൊ അവരുടെ ഞാൻ കണ്ണൂർ പോയാണ് ഇന്റർവ്യൂ ചെയ്തത്. ആ ഫാമിലി മൊത്തം അതിനകത്തുണ്ടായിരുന്ന അതേ ഒരു അപ്പൊ അവര് ഭാര്യമാര് പറയുന്നത് എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ഞങ്ങൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ സിനിമ കണ്ടപ്പോൾ അവരുടെ കഷ്ടപ്പാട് മനസ്സിലായെന്ന്. വീട്ടിലെ കാര്യം പോലും ഞങ്ങൾ വിളിച്ചു പറയാറില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ആ പോലീസിന്റെ ജീവിതം നമ്മൾ തുറന്നു കാണിക്കുമ്പോൾ ഇത് വേറെ വേറെ കൺട്രോൾ റൂമിൽ കഷ്ടപ്പെടുന്ന കുറെ ആളുകളുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ല. നമുക്കൊന്നും അവിടെ കയറാനും പറ്റില്ല. ഒരു മാധ്യമപ്രവർത്തകരായ നമ്മളെ പോലും കൺട്രോൾ റൂമിൽ കയറ്റാറില്ല. മറ്റെല്ലാ മേഖലയിലും കയറ്റാറുണ്ടല്ലോ. അപ്പൊ അത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഇത് അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ഇത്തരം ഒരു സിനിമകൾ ചെയ്യുമ്പോൾ ഒരു പോലീസ് സിനിമയാണ്, പോലീസ് കഥാപാത്രമാണ്, കൺട്രോൾ റൂം കഥാപാത്രം. ഇത് ഈ ഒരു സബ്ജക്ട് മനസ്സിൽ എത്ര നാൾ കൊണ്ടു നടന്നതാണ്? ഒരുപാട് നാളായിട്ട് ഉള്ളതാണ്. കാരണം ഇത് ഷോർട്ട് സ്റ്റോറി ആയിട്ടായിരുന്നു ആദ്യം ഉണ്ടായത്. കുറച്ചധികം ഷോർട്ട് സ്റ്റോറീസ് ഇങ്ങനെ എഴുതി വെക്കുമായിരുന്നു. നമ്മളാവുന്ന രീതിയിൽ എഴുതി വെക്കുമായിരുന്നു. അപ്പം അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഷോർട്ട് സ്റ്റോറി ആയിരുന്നു. അപ്പൊ അതിനകത്ത് കുറച്ച് കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ മല്ലികാർജുനൻ ഉണ്ടായിരുന്നു, അശോക് കുമാർ ഉണ്ടായിരുന്നു, ഉല്ലാസ് അഗസ്ത്യൻ അതും ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം ചെറുതായിരുന്നു. പക്ഷെ ഒന്നാമത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പോലീസുമായിട്ട് എനിക്കൊരു കണക്ഷൻ ഉണ്ട്. ഫാമിലി ഫാദർ പോലീസ് ആയിരുന്നു. അപ്പോ ചില കാര്യങ്ങൾ നമുക്ക് എല്ലാ സിനിമയും കൊണ്ടുവരാൻ പറ്റില്ല. ഇത് മോർ ഓവർ സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെയാണ് വേല. ഇപ്പം കണ്ണൂർ സ്ക്വാഡായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം അതിൽ ഒരുപാട് ഇപ്പം കുറ്റവും ശിക്ഷയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതൊക്കെ റിയൽ ഇൻസിഡൻസിനെ ബേസ് ചെയ്തിട്ട് ഉള്ളതാണ്. നമ്മുടെ അതിനകത്ത് കഥാപാത്രങ്ങളുണ്ട്. കഥാപാത്രങ്ങളുടെ എമോഷൻസ് റിയൽ ആണ്. ചില സിറ്റുവേഷൻസ് വളരെ വളരെ റിയൽ ആണ്. കാരണം കൺട്രോൾ റൂമിനകത്ത് ഇരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അറിയാം അതിന്റെ കഷ്ടപ്പാട്. പുള്ളി ഇപ്പൊ അശോക് കുമാറിന്റെ ക്യാരക്ടർ വന്നിട്ട് അങ്ങനെയുള്ള ഒരുപാട് പേരെ ഹാൻഡിൽ ചെയ്യുന്നതാണ്, പലരെ മാനേജ് ചെയ്യുന്നതാണ്. പക്ഷെ കൺട്രോൾ റൂമിനകത്ത് ഇരിക്കുന്ന ഒരു ക്യാരക്ടർ, ഷെയ്ൻ ചെയ്യുന്ന ഒരു ക്യാരക്ടർ എക്സാമ്പിൾ, അതിനകത്ത് മറ്റുള്ള കഥാപാത്രങ്ങൾ അതുപോലെ തന്നെയാണ്. ഒരുപാട് കംപ്ലൈന്റ്സ് നമുക്ക് ഓരോ മിനിറ്റിലും വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. അപ്പം ഈ കോൾ ഇവിടെ എൻഗേജ്ഡ് ആണെങ്കിൽ അടുത്ത ടേബിളിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. അവിടെയാണെങ്കിൽ നടക്കുന്ന പ്രോസസ് സെയിം ആണ്. ഒരു 20 seconds ടൈമിനകത്ത് ഈ വരുന്ന കംപ്ലൈന്റ് പറയുന്ന ആളുടെ കംപ്ലൈന്റ് അറ്റൻഡ് ചെയ്യുകയും ആ അറ്റൻഡ് ചെയ്ത് അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ വിളിക്കുന്ന ആളുടെ ഡീറ്റെയിൽസ് എടുക്കാനും അവരുടെ ID എടുക്കാനും അവരുടെ ലൊക്കേഷൻ എടുക്കാനും സെയിം ടൈം ആ വിളിക്കുന്ന ആളുടെ ലൊക്കേഷൻ അടുത്ത് ഏതെങ്കിലും ഒരു മൊബൈൽ വെഹിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് പോലീസ് വെഹിക്കിൾസ് എവിടെയെങ്കിലും ഉണ്ടോ എന്നുണ്ടെങ്കിൽ അവരിലേക്ക് എത്രയും പെട്ടെന്ന് ഒരു ഇൻഫർമേഷൻ കൊടുക്കാനും ഇയാൾക്ക് പറ്റണം. ഈ കോള് കട്ട് ചെയ്യുന്നതിന് വെരിഫൈ ചെയ്യണം. അതാണ് ഏറ്റവും അപ്പം കഷ്ടപ്പെട്ടൊരു ജീപ്പിലിരിക്കുന്ന പോലീസുകാരും ആ ലൊക്കേഷൻ തേടി പിടിച്ച് കണ്ടുപോയി നോക്കുമ്പോഴേക്കും ചിലപ്പോൾ റിയൽ ആയിരിക്കണം എന്നില്ല, പക്ഷെ ചിലപ്പോൾ വളരെ റിയൽ ആയിരിക്കും. ശരിക്കും പോലീസുകാരുടെ ബുദ്ധിമുട്ടുകൾ തുറന്ന് കാണിക്കുന്നുണ്ട് ഈ ഒരു കൺട്രോൾ റൂം എന്ന് പറഞ്ഞ കോള്. നമ്മളും ചിലപ്പോൾ വിളിക്കാറുണ്ടോ, ഫോൺ വഴിക്ക് 100ലേക്ക് ചാടി വിളിക്കുമല്ലേ
ഇതവിടെ വണ്ടി ഓവർടേക്ക് ചെയ്തെന്ന് പറഞ്ഞ് വിളിക്കില്ല, ഓവർടേക്ക് ചെയ്താൽ പോകും, ഇവര് വന്ന് നോക്കും. അപ്പോഴും അവര് പറഞ്ഞല്ലോ എല്ലാ കേസും അറ്റൻഡ് ചെയ്യും വേണം. എല്ലാ കേസും അറ്റൻഡ് attend ചെയ്യണം. വലിപ്പ ചെറുപ്പം കാണിക്കാനും പറ്റും. എന്ത് സൗമ്യമായിട്ടായിരിക്കും അവർ സംസാരിക്കുന്നത്. അതെ. ഹലോ കൺട്രോൾ റൂം എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ അവരോട് സ്നേഹം കൂടുവാണ്. എന്നിട്ടും അവരെ ചീത്ത പറയുന്ന സമൂഹം ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് സഹിക്കാനും പറ്റില്ല. ശരിയാണുണ്ട്. നമ്മള് ഇതേ സമൂഹമാണ് ഇവരെ വിളിച്ച് ഫേക്ക് കോൾസ് കൊടുക്കുന്നത്. അതെ 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 അതാണ് ഞാൻ പറഞ്ഞത്. ഈ പേര് കൊണ്ട് പേരുകൾ ഇപ്പം എനിക്ക് രണ്ടുപേരും പേരുണ്ട്, എല്ലാം വ്യത്യസ്തമായ പേരുകളാണ് അല്ലെ. ഇതൊരു തമിഴും കൂടെ സംസാരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനുള്ള ഈ പേര് കിട്ടിയപ്പോ എന്താ തോന്നിയത്? ഈ കഥാപാത്രത്തിന്റെ പേര് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ പേര് അത് കിട്ടിയപ്പോ എന്താ തോന്നിയത്? ആദ്യം കഥ പറഞ്ഞു, കഥാപാത്രത്തിനെ കുറിച്ച് പറഞ്ഞു. സിനിമ കഴിയുന്ന സമയത്താണ് കണ്ടാണ് എന്നോട് ഇതിന്റെ കഥാപാത്രത്തിന്റെ പേര് പറയണത്. അപ്പൊ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന കഥാപാത്രത്തിന് ഒരു പവർ ഉണ്ടായിരുന്നു, ആ ക്യാരക്ടറിന് ഒരു വെയിറ്റ് ഉണ്ടായിരുന്നു ടോട്ടലി. ആ വെയിറ്റ് ആ പേരിനും ഉണ്ടായിരുന്നു. മല്ലികാർജുൻ എന്ന് പറഞ്ഞപ്പോ മല്ലിക എന്നാണ് അഡ്രസ് ചെയ്തത്. മല്ലിക എന്നാണ് പറയുന്നത്. മല്ലിക പൂ പോലെയാണ്. എന്നാ ഈ പറഞ്ഞ പോലെ പിന്നെ വിക്ടോറിയ കോളേജിൽ പഠിച്ചിട്ടുള്ള ഒരാളാണ്. അയാൾക്ക് കൃത്യമായ പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു. ഒരു സമയം കഴിഞ്ഞപ്പോൾ പോലീസിൽ ചേർന്നതിന് ശേഷം അയാൾക്ക് എന്താ പറയാ പൊളിറ്റിക്സിൽ സുഹൃത്തുക്കളുണ്ട്, എല്ലാ അധികാരങ്ങളും ഉണ്ട്, എല്ലാ പവറും ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പം ഈ കഥാപാത്രത്തിന്റെ പേര് കേട്ടപ്പോൾ ഈ മല്ലികാർജുൻ എന്ന് പറഞ്ഞപ്പോൾ അയാളുടെ പ്രവൃത്തിക്കും എല്ലാത്തിനും പറ്റിയ ഒരു പേരാണെന്ന് തീർച്ചയായിട്ടും ശരിക്കും ബോധ്യമായി. ആ പേര് ഞാൻ പറയാം, ആ പേര് എനിക്കും പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന ഒരു പേരാണല്ലോ, പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന പേരാണ്. ഈ ഒരു സിനിമ ഇപ്പൊ പോലീസ് വേഷത്തിൽ വേറെ സിനിമ ചെയ്തിട്ടുണ്ട്, സണ്ണി വേറെ സിനിമ ചെയ്തിട്ടുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. നമുക്ക് സിനിമയുടെ പേര് എനിക്ക് ഓർക്കാൻ അതെ സിനിമ ചെയ്തിട്ടുണ്ട്. അതിൽ വേറിട്ട സിനിമ പോലീസ് വേഷമായിരിക്കും എന്ന് പറയുന്നു. ഒരു കൺട്രോൾ റൂം നിയന്ത്രിക്കുന്ന അവിടെ നിന്ന് വരുന്ന കോളുകളൊക്കെ ഇപ്പം സണ്ണിയിലേക്കും ഫോർവേഡ് ചെയ്യുന്നുണ്ടല്ലോ. അവിടെ ഉണ്ടാവുന്ന കുറച്ച് സംഭവങ്ങൾ ഈ സിനിമയിൽ ഉണ്ടാവുമല്ലോ അല്ലെ. തീർച്ചയായിട്ടും അതിൽ ചിലപ്പം ഇമോഷൻ ഉണ്ടാകാം, ചിലപ്പം ഒരു നമുക്ക് ഭയങ്കര ഫീലിങ്സ് ഉണ്ടാകുന്ന സംഭവം ഉണ്ടാകാം. അങ്ങനത്തെ ഒരു സാധനങ്ങളൊക്കെ ആയിരിക്കുമല്ലോ നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കാൻ പറ്റുന്ന. അതായത് ഇപ്പോ മല്ലിക പുറത്താണ്, അതായത് പുറത്ത് മീൻസ് ഈ വെഹിക്കിളിലാണ്, മൊബൈൽ വെഹിക്കിളിലാണ്. വളരെ എക്സ്പീരിയൻസ്ഡ് ആണ് പുള്ളിക്കപ്പോ. ഒരുപാട് കോൾസ് വരുന്നുണ്ടാവും ഇതുപോലെ. ഈ രണ്ട് സ്ഥലങ്ങളിലെ കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ. അപ്പൊ അതിനകത്തുള്ള ഈ ഈഗോ വരുന്നുണ്ട് ഇതിനകത്ത്. അതായത് അവിടുന്ന് ഇങ്ങോട്ട്, അതായത് ഒരു ജോലി ചെയ്തോണ്ടിരിക്കില്ലേ, അപ്പൊ അതിനിടയിൽ നീ ആരാടെ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറയാം എന്ന് ചോദിക്കുന്ന രീതിയിലുള്ള റിയാക്ഷൻ ഒക്കെ വരുന്നുണ്ട്. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ട്. അതൊക്കെ എല്ലാം വർക്ക്ഔട്ട് ചെയ്ത് പോകുന്നുണ്ടല്ലേ. കാരണം ഇതിനു മുന്നേ ചിലപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്ന കോളുകൾ പുള്ളി ചിലപ്പോൾ നോക്കുമ്പോഴേക്കും അത് റിയൽ ആയിരിക്കണം എന്നില്ല. അപ്പോ അതിന്റെ ഒരു ഫ്രസ്ട്രേഷനും ദേഷ്യം ഉണ്ടാകും. കാരണം ഇവർക്ക് പേഴ്സണൽ ലൈഫ് കൂടി ഉണ്ടല്ലോ. അതെ അതെ അതെ. അപ്പൊ ഇതിനിടയിലായിരിക്കും ചിലപ്പോൾ ഡ്യൂട്ടി ടൈം കഴിയാറാവുമ്പോഴായിരിക്കും ഒരു കോള് വരുന്നത്. അപ്പം ഇത് ട്രാൻസ്ഫർ ആയിട്ടുണ്ടെങ്കിൽ അവിടെ റെക്കോർഡഡ് ആണ്. ഇങ്ങനെ പോയേ അവിടെ കുടുംബ ബന്ധങ്ങളൊന്നും ഇല്ല, പോയേ പറ്റൂ. എൻഡ് ഓഫ് ദ ഡേ ഇൻട്രസ്റ്റിംഗ് ആണ് ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കാൻ. സിനിമ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ തുടങ്ങി ഒരു എൻഡ് വരെ അത് നമ്മളെ ഹുക്ക് ചെയ്തവിടെ ഇങ്ങനെ ഇരുത്തുന്നു. ഈ പറഞ്ഞ പുതിയ നമ്മൾ കാണാത്ത ഒരു ഏരിയയിലൂടെ എക്സ്പ്ലോർ ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് തിയേറ്ററിൽ പിടിച്ചിരുത്താൻ കഴിയുന്നു. ഒരു നല്ല സിനിമ, നമുക്ക് ഒത്തിരി അവകാശവാദങ്ങൾ. ഒരു നല്ല സിനിമ, അതാണ് കൃത്യമായിട്ടാണ് ഒരു നല്ല സിനിമ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് നമ്മൾ തരുന്നു. പ്രേക്ഷകർ നമ്മളെല്ലാം എഴുതി വെച്ചിരിക്കുകയാണ്, എക്സാം കഴിഞ്ഞു, ഇനി പ്രേക്ഷകർ മാർക്ക് ഇട്ടേ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലെ. അതാണല്ലേ ഈ സണ്ണി കുറെ സിനിമകൾ ചെയ്തു വെച്ചതിൽ നിന്നും പല സിനിമകളും പല രീതിക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സണ്ണിയുടെ കരിയറിലേക്ക് കുറെ സിനിമകൾ വളരെ അപ്പുറമൊക്കെ നമുക്ക് പറയാൻ കഴിയുന്ന അപ്പുറത്തേക്കുള്ള സിനിമകളാണ്. സണ്ണി വ്യത്യസ്തമായ കഥാപാത്രങ്ങളാണ് ചെയ്യുന്നത് അല്ലെ, പല രീതിക്കുള്ള കഥാപാത്രം ട്രൈ ചെയ്യുന്നത് അല്ല ചെയ്യുന്നുണ്ട്. നമ്മൾ കാണുന്നതും കാഴ്ചകളും കാണുന്നുണ്ട്. ഒരു കഥാപാത്രത്തിൽ നിന്ന് ഒരു കഥാപാത്രത്തിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മളൊരു തയ്യാറെടുപ്പ് ഉണ്ടാവുമല്ലോ. സണ്ണിയെ സംബന്ധിച്ച് ഒരു തയ്യാറെടുപ്പാണ്. നമ്മൾ ആ കഥാപാത്രം മാറി, നമ്മൾ ശരീരഭാഷയിൽ നിന്ന് മാറുന്നു, ലാംഗ്വേജിൽ നിന്ന് മാറുന്നു, നമ്മുടെ വേഷത്തിൽ മാറുന്നു, അങ്ങനെ മാറും. ഒരു തയ്യാറെടുപ്പ് എന്തായിരിക്കും? സ്ക്രിപ്റ്റ് കിട്ടണം, എത്ര നാളത്തേക്ക് ഒരു തയ്യാറെടുപ്പ് എടുക്കുന്നത്? പെട്ടെന്നൊരു സിനിമയിലേക്ക് പോകാൻ പറ്റില്ലല്ലോ. പെട്ടെന്ന് ഒരു സിനിമയിലോട്ട് അങ്ങനെ ചെയ്യാറില്ല. പറഞ്ഞ പോലെ ലുക്സും ബോഡി ലാംഗ്വേജും ഒക്കെ ഒന്ന് ട്രൈ ചെയ്യും. പിന്നെ കൂടുതലായിട്ട് ഞാൻ ട്രൈ ചെയ്യാറുള്ളത് ആ കഥാപാത്രത്തിന്റെ ഇമോഷനെയാണ് ഞാൻ സ്റ്റഡി ചെയ്യാറുള്ളത്. ആ ഇമോഷൻ ഓഡിയൻസിലോട്ട് എത്തിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പൊ ആ കഥാപാത്രം ചിലപ്പം സംസാരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും ചിലപ്പോൾ.
അങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്റെ ഒരു പിന്നെ പ്രിപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് സെറ്റിൽ വന്നതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഈ കഥാപാത്രത്തില് വരുന്നത് നമ്മളറിയാം. അപ്പൊ ഏത് ആക്ടറാണ് പ്രിപ്പയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സംവിധായകന്റെ പ്രിപ്പറേഷൻ ആയിരിക്കില്ലല്ലോ നമ്മുടെ പ്രിപ്പറേഷൻ. അപ്പൊ അവിടെ ഒന്ന് പെർഫോം ചെയ്ത് വരുമ്പോ അതിന്റെ മീറ്റർ എന്താണെന്നും അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പുള്ളിയുടെ ഗൈഡൻസ് ഒരു 1-2 ഡേനകം അത് പ്രോപ്പർ ആയിട്ട് യെസ് അല്ലേ. നമ്മൾ ആദ്യം ചെന്നുടനെ നമുക്ക് നമ്മളൊക്കെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്നത്. ഇപ്പൊ പെട്ടെന്ന് ചെന്നുടനെ നമുക്ക് പെട്ടെന്ന് ആ കഥാപാത്രമായിട്ട് മാറാനൊന്നും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് വരും. ഹെൽപ്ഫുൾ ഫോർ ദ ട്രാൻസിഷൻ. അതെ അതെ അതെ, അതാണ് കൃത്യം. ഹോംവർക്ക് ചെയ്യണം എന്തായാലും വേണമല്ലോ. അവിടെ എത്തിക്കഴിയുമ്പോ ഈ പറഞ്ഞ പോലെ നമ്മൾ ആ ട്രാക്കിലേക്ക് ഒന്ന് ആകാൻ ഒരു ടൈം ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ കഥാപാത്രത്തിലുള്ള യാത്രയാണല്ലോ നമ്മൾ, അല്ലേ. ഈ സിദ്ധാർത്ഥ ഇപ്പം സംവിധാനം കഴിഞ്ഞിട്ട് ഇപ്പം അഭിനയത്തിലേക്ക് കൃത്യമായിട്ട് തന്നെ പല സിനിമയിലും ഇപ്പോൾ നമ്മൾ എത്തിപ്പെടുന്നുണ്ട്, അല്ലെ. ഒരു അഭിനയവും അഭിനയിക്കുന്നതിലും ഡയറക്ഷനിലുമായിട്ട് ഏറ്റവും ഇഷ്ടപ്പെടുന്ന എന്നും എപ്പോഴും ഏതായിരിക്കും? സംവിധാനത്തിൽ സ്റ്റോറി ടെല്ലിംഗ് ആണ് കൂടുതൽ താല്പര്യം. അഭിനയം ഒട്ടും പുറകോട്ടല്ല, പക്ഷെ ഒരു ചെറിയ മുൻതൂക്കം സ്റ്റോറി ടെല്ലിംഗിനുണ്ട്. അതെന്തോ ഒരു പേഴ്സണൽ ചോയ്സ് ആണ്. പേഴ്സണൽ, പക്ഷെ ടെൻഷൻ ഒന്നും അടിക്കാതെ അഭിനയിച്ച് പൈസ മേടിച്ചിട്ട് പോകണല്ലേ ഇച്ചിരി സുഖം. അതെ, അതിങ്ങനെ എല്ലാരും പറയാറുണ്ടല്ലോ. നിങ്ങൾ അഭിനയിക്കാൻ തുടങ്ങിയാൽ നമ്മൾ സുഹൃത്തുക്കളുടെ പടങ്ങളിൽ അങ്ങനെയൊക്കെ അല്ലേ. അല്ല, ഞാൻ പൊതുവെ ഇങ്ങനെ ചോദിക്കുന്ന ഒരു ചോദ്യത്തില് മറ്റേ ജോണിച്ചേട്ടനോട് ചോദിച്ചാല് എന്റെ പൊന്നെ ഞാൻ ഇതിലേ ഒന്ന് പോകട്ടെ അഭിനയിച്ച് പൊക്കോട്ടെ എന്ന് പറയും ജോണിച്ചേട്ടൻ, ഒരു ടെൻഷനും ഇല്ലാന്ന് പറയും. പക്ഷെ സിദ്ധു പറയണ എനിക്കിപ്പോഴും എന്റെ ഒരു എന്താ വെച്ചാൽ ഇത്തരം നല്ല ആക്ടേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഈ സണ്ണി, ഷൈൻ, നമ്മുടെ സൂപ്പർ താരങ്ങൾ, ഇവരൊക്കെ ഉള്ളപ്പോ ഇവരെയൊക്കെ ട്വീക്ക് ചെയ്ത് ഇങ്ങനെ ഒരു കഥ അതിലൂടെ പറയാവുന്നൊരു ആഗ്രഹം ഉള്ളില്. നമുക്ക് ആ മീഡിയം കൂടെ അറിയാവുന്നുണ്ട്, ഹൗ ടു പ്ലേ വിത്ത് ദാറ്റ് എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് ഉള്ളിൽ അതിങ്ങനെ കിടക്കുന്നു. നല്ലൊരു ഡയറക്ടർ ഇപ്പോഴും ഒരു നല്ലൊരു ആക്ടറും കൂടിയാണ്. മാറ്റമൊന്നുമില്ല, ഒരു മാറ്റമില്ല, കറക്റ്റ് തന്നെയാണ്. ആക്ടിങ്ങിന് നല്ല വേഷങ്ങൾ വരുമ്പോ ഇപ്പൊ ഇതുപോലത്തെ ഒരു നല്ലൊരു നമ്മൾ ചെയ്യാത്ത നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു മേഖലയിലുള്ള ഒരു വേഷം വരുമ്പോ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് തോന്നുമ്പോൾ ചെയ്യും. അതിലൊരു ഡൗട്ടും ഇല്ല. അത് നാളെയും ചെയ്യും, മറ്റന്നാളും ചെയ്യും. നമ്മൾ അങ്ങനത്തെ നോക്കിയെടുക്കുന്ന ഒരു ശീലമുണ്ടോ നമുക്ക്? വെറുതെ പോയി ഒരു അഭിനയം എന്നുള്ള നിലയ്ക്ക് പോകുന്നില്ല, നമുക്ക് പറ്റിയൊരു അല്ലെ. ബിക്കോസ് ഈ പറഞ്ഞ മാതിരി ഈ ഹോംവർക്ക് സാധനമൊക്കെ ഇൻബിൽഡ് ആണ്. ഇപ്പൊ ഈ ഡയറക്ടറായിട്ടും കൂടെ ഉള്ളതുകൊണ്ട് വി ഡു എ ലോട്ട് ഓഫ് വർക്ക്. ആ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുന്നതിലോ ആ സ്റ്റോറി പറയുന്നതിലോ അതിന്റെ ഒരു സെനാറിയോയിലോ എല്ലാത്തിലും നമ്മൾ വർക്ക് ചെയ്യണ സാധനം തന്നെ. ഇതേ സാധനം നമ്മുടെ ഉള്ളിൽ റിഫ്ലക്ട് ചെയ്യും ആക്ടറായിട്ട് വരുമ്പോൾ. അപ്പോഴാണ് ഈ ഹോംവർക്ക് ഒക്കെ ചെയ്ത് നമ്മൾ വരുമ്പോൾ മറ്റേ ആളും കൂടെ ഷേപ്പ് ചെയ്ത് തരുന്നത്. അപ്പൊ അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. ഓക്കെ, നല്ല രീതിയിൽ വരുന്നുണ്ടല്ലോ. അല്ല, ഇപ്പം നമുക്ക് മലയാള സിനിമകൾ എടുത്തു പോയി കഴിഞ്ഞപ്പോൾ എല്ലാ വരുന്ന സിനിമകളൊക്കെ നല്ല വിജയം കാണുന്നുണ്ട്. മലയാള സിനിമ വീണ്ടും ഒരു തിരിച്ചുവരവിലേക്ക് മാറി. ഒന്നെല്ലാം ഡൗൺ ആയിട്ട് വലിയ തിരിച്ചുവരവിലേക്ക് മലയാള സിനിമ വരുന്നുണ്ട്. ഡൗൺ ആയിട്ടൊന്നും ഞാൻ പറയില്ല. അല്ല, നമ്മൾ പ്രേക്ഷകർ എന്നല്ലേ ഞാൻ പറയാം, ഡൗൺ ആയിരുന്നു. നല്ല നല്ല സബ്ജക്റ്റുകൾ ഇല്ലാതെ സിനിമകൾ പ്രേക്ഷകർ വരാതെ പിന്നെ അടുപ്പിച്ച് 9-10 സിനിമകൾ ഇറങ്ങുന്ന ഒരു കാലം. അതുകൊണ്ട് സിനിമ കാണാൻ സമയം കിട്ടില്ല, തിയേറ്ററിൽ സിനിമ നിൽക്കുന്നില്ല. പക്ഷെ അതൊക്കെ മാറി ഇപ്പം മലയാള സിനിമ ഇപ്പൊ നമുക്കിപ്പോ ഇറങ്ങിയ സിനിമകൾ കുറെ എടുത്തു പോയി കഴിഞ്ഞാൽ എല്ലാത്തിനും ആളുള്ള സിനിമകളാണ്. അപ്പം ശരിക്കും സിനിമകൾ നല്ല സബ്ജക്റ്റും നല്ല രീതിക്ക് പ്രേക്ഷകർ കൊടുത്താൽ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്ന പ്രേക്ഷകരാണ് മലയാളി പ്രേക്ഷകർ. ഇത് കാലാകാലമായിട്ട് ഇങ്ങനെ തന്നെയാണ്. അതെ അതെ അതെ, റൈറ്റ് ഫ്രം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇങ്ങനെ തന്നെയാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. നല്ല പുതിയ ആ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളുമായിട്ട് പുതിയ കഥകളും പുതിയ സെനാറിയോസ് ഒക്കെ പറയുമ്പോൾ പീപ്പിൾ ഐ മീൻ നമ്മുടെ പ്രേക്ഷകർ രണ്ടു കൈ നീട്ടി സ്വീകരിക്കും. അത് താരങ്ങൾ തന്നെ ആവണമെന്നില്ല, പുതിയ ആൾക്കാരാണെങ്കിൽ ഒരിക്കലും അത് അങ്ങനെ തന്നെയായിരിക്കും. നമുക്ക് അങ്ങനെ ഒരു ഡിഫറൻസ് ഇല്ല. സോ പുതിയ സാധനങ്ങൾ കൊണ്ടുവരിക, പുതിയ സെനാറിയോസിൽ പുതിയ സിറ്റുവേഷൻസ് പഴയ എമോഷൻസ് ഒക്കെ ആയിട്ട് നമ്മള് കാണിക്കുക, അത്രയല്ല. പക്ഷെ സിറ്റുവേഷൻസ് ഒക്കെ പുതിയതായിരിക്കും. സിറ്റുവേഷൻ പുതിയതാകാൻ പഴയ എമോഷൻസ്, അതായത് ഇപ്പൊ ദേഷ്യം വരുന്ന എമോഷൻ എന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലെ ഇതുവരെ സെയിം തന്നെയാണ്, ഒരു മാറ്റമില്ല. ശരിയാണ്. അതായത് ചിരി അല്ലെങ്കിൽ പ്രേമം എന്നൊക്കെ പറയുന്ന സെയിം എമോഷൻ തന്നെയാണ്. കഥകളും ഏകദേശം വേറെ രീതിയിൽ വെക്കുക എന്നുള്ളത് കഥകളും ഏകദേശം കഥകളൊക്കെ തന്നെയല്ലേ എന്നുള്ളതാണ്. അല്ല, ഞാൻ പറഞ്ഞത് അത് അങ്ങനെ ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങി സിനിമയ്ക്ക്. ഒരു ഇടയ്ക്ക് ആ സിനിമ അങ്ങനെ അല്ലാതെ ഇരുന്നു എന്ന് എനിക്ക് കൃത്യമായിട്ട് ഞാൻ പ്രേക്ഷക നിലയ്ക്ക് വിലയിരുത്തുന്നതാണ്. കുറച്ച് സമയങ്ങൾ ആ സിനിമ അതിൽ നിന്നും മാറിപ്പോയോ? അതും ഒരു സൈക്കിളിന്റെ ഭാഗമാണ്. ഈ പറഞ്ഞ സ്റ്റാഗ്നേഷൻ എന്ന് പറയുന്ന ഒരു സാധനം, അതും ഈ കാലാകാലമായിട്ട് നമ്മൾ നോക്കി വരുവാണെങ്കിൽ റൈറ്റ് ഫ്രം ദ ടൈം
മലയാള സിനിമ ഉണ്ടായ സമയം മുതൽ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന 2023 വരെ ഈ ഒരു സൈക്കിള് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതിങ്ങനെ മുകളിൽ പോകും, താഴെ വരും, സ്റ്റാഗ്നന്റ് വീണ്ടും ഇങ്ങനെ അങ്ങനെ ഉരുണ്ട് പോകുന്നതുകൊണ്ടാണ് മലയാള സിനിമ മുന്നോട്ട് നിൽക്കുന്നത്. പോകുന്നുണ്ട്. അത് പോണം, അതൊരു മൂവ്മെന്റിന്റെ ഭാഗമാണ്. അതിന്റെ ഭാഗമാണ്. എല്ലാ സൺസെറ്റിന് ശേഷവും സൺറൈസ് ഉണ്ടാവും എന്ന് പറയുന്ന പോലെ അത് നേച്ചറിന്റെ ഭാഗമാണ്. അല്ല, ഇതിപ്പം നമ്മളാണെങ്കിലും സെക്കൻഡ് ഷോ ആണെങ്കിലും 2 കാലഘട്ടത്തിൽ ഇറങ്ങിയ സിനിമകൾ തന്നെയായിരുന്നു. 2 കാലഘട്ടമായിരുന്നു തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. 2 ജനറേഷനിൽ തന്നെയായിരുന്നു ആ ഗ്യാപ്പ് ഉണ്ട്. അത് രണ്ടും ഹിറ്റായിരുന്നു. അതാത് സമയത്ത് എനിക്ക് തോന്നുന്നു എൻഗേജിങ് ആയിട്ടും എന്റർടൈനിങ് ആയിട്ടും ഒരു ഫ്രഷ് ആയിട്ടുള്ള കണ്ടന്റ് സ്റ്റാർസ് ഇല്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ വർക്ക്ഔട്ട് ആണ്. പിന്നെ ഉറപ്പല്ലേ അത് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നല്ലേ. എത്രയോ സിനിമകൾ സ്റ്റാർ ഒന്നും അല്ല, അവിടെ നല്ല കഥയാണോ പ്രേക്ഷകരുണ്ടാവും. കഥയ്ക്ക് വലിയ പ്രാധാന്യം തന്നെയാണ്. സിനിമയുടെ നട്ടെല്ലെന്ന് പറഞ്ഞ കഥ തന്നെയാണ്, അല്ലെ? സ്ക്രിപ്റ്റ് തന്നെയാണ്, ഒരു മാറ്റം. ഡയറക്ഷനിൽ അപ്പുറത്തേക്ക് സ്ക്രിപ്റ്റ് ആണെന്ന് ഞാൻ കണക്കൂട്ടുന്ന ആളാണ്. സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിലല്ലേ അതും മര്യാദക്ക് ഡയറക്ട് ചെയ്യാം. തീർച്ചയായിട്ടും. അപ്പം ആ ഒരു വിശ്വാസത്തിലാണ്. അപ്പൊ സ്ക്രിപ്റ്റാണ്, സ്ക്രിപ്റ്റ് റൈറ്ററിന്റെ കയ്യിലാണ് ഒരു സിനിമ ഇരിക്കുന്നത്. അതങ്ങ് ഇട്ട് തരുവാണ് ഞാൻ. താങ്ക് യു. അല്ല, അത് ബേസിക്കലി എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് മേ ബി ഇന്ന് മോർണിംഗ് നമ്മൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡിസ്കസ് ചെയ്ത മാറ്റർ അതായിരുന്നു. ഒരു സിനിമയുടെ തുടക്കം എന്ന് പറയുന്നത് മേ ബി ഒരു ക്യാരക്ടറിനെ കുറിച്ച് സംസാരിക്കുന്നതിനകത്തോ അല്ലെങ്കിൽ ഒരു ചെറിയ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ പറയുന്നതിനകത്തോ ആണ് ശരിക്കും ഒരു സിനിമയുടെ ഐഡിയ. അവിടെ നിന്നാണ് പിന്നെ ഇത്രയും വലിയ സിനിമയായി മാറുന്നത്. മീൻസ് മേ ബി അതിനകത്തോട്ട് കഥാപാത്രങ്ങൾ വരുന്നു, അതാദ്യം പൂർണ്ണമായിട്ടുള്ള സ്ക്രിപ്റ്റ് ആവുന്നു, അതായത് ക്യാരക്ടേഴ്സ്, ആർട്ടിസ്റ്റുകൾ വരുന്നു, ടെക്നീഷ്യൻസ് വരുന്നു, പ്രൊഡ്യൂസർ വരുന്നു, പിന്നെ ഷൂട്ട് നടക്കുന്നു, ഈ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നു. ബിഗിനിങ് അവിടെ തന്നെയാണ്, കഥയിലാണ്, ത്രെഡിലാണ്. ഒരു മാറ്റമില്ല. അത്തരം കഥകൾ വരട്ടെ, ഇനിയും നല്ല നല്ല സിനിമകൾ വരട്ടെ. എന്തായാലും ഈ മമ്മൂട്ടി കമ്പനി എപ്പോഴും, ദുൽഖർ കമ്പനി എപ്പോഴും സണ്ണിയുടെ പോക്കറ്റിലാണ് കേട്ടോ. കാരണം വെച്ചാ ഭാഗ്യം അല്ല പോക്കറ്റില്ലാതെ. കണ്ണൂർ സ്കോഡിലാണെങ്കിലും സണ്ണി ഉണ്ടോ അവിടെ? പിന്നെ എന്ത് സംശയിക്കണേ? ആ ഒരു ഡോർ എന്നും തുറന്നു വെച്ചിരിക്കല്ലേ സണ്ണിക്ക്. അതൊക്കെ ഒരു ഭാഗ്യവും നമ്മൾ അവരോട് കാണിക്കുന്ന റെസ്പെക്റ്റും നമ്മൾ അവർക്ക് കൊടുക്കുന്ന സ്നേഹവുമാണ്, അല്ലേ? ഈ ഇതിലേക്ക് എത്തുമ്പോഴും ആ ഒരു ഘടനയൊക്കെ ഉണ്ടായിരുന്നു. ജോർജ് ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. നമുക്കൊരു സന്തോഷമാണ് ഇപ്പം ജോർജ് ചേട്ടനും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമയ്ക്കകത്ത് ഉണ്ടാവാന്ന് പറയണത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതൊരു ഭാഗ്യവും ഒരു ബ്ലെസ്സിങ്ങും ഒക്കെ ആയിട്ട് കാണുന്നു. തീർച്ചയായിട്ടും. ഇത് ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോ ജോർജ് ചേട്ടനാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. താങ്ക് ഗോഡ്. അതായത് അതിന്റെ ഒരു ഭാഗമാകാൻ പറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഒരു പ്രൗഡ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പൊ ഇങ്ങനെ ഇതൊക്കെ നമ്മളിങ്ങനെ ഒരു ക്യാമറയുടെ മുന്നിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ സോ പ്രൗഡ്. ഞാൻ കണ്ണൂർ സ്കോണ്ടുകാരെ എടുത്തു പറഞ്ഞ അതിനകത്ത് ഒരു സീനാണെങ്കിലും അത് ഇമ്പോർട്ടന്റ് ഒരു സീനുമാണ് സണ്ണിക്കുള്ളത്. ആ ഇരിപ്പും ലുക്കും ഒരു മാധ്യമപ്രവർത്തന്റെ എല്ലാ നിങ്ങൾക്ക് വളരെ കറക്റ്റ് ആയിട്ട് കത്തിയത്. അതിലേക്ക് ഒരു യാത്രയായിരുന്നു. ആ സിനിമയുടെ ഒരു മെയിൻ സംഭവത്തിൽ പറയുന്ന ഒരു കഥയാണല്ലോ. അതിലൂടെയാണല്ലോ ആ സിനിമ കൊണ്ടുപോകുന്ന പോലെ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴും എനിക്കറിയാം സണ്ണി ഡിക്കോ ആയിട്ടുള്ള ബന്ധവും ജോർജ് ചേട്ടനായിട്ടുള്ള ബന്ധവും ഇത് നമുക്ക് പേഴ്സണലി അറിയാവുന്നുണ്ട്. ഇത് ഇങ്ങനെ തുടർന്ന് പോകണം സണ്ണി. സ്നേഹങ്ങൾ എപ്പോഴും നമ്മൾ കൈപിടിച്ച് കൂട്ടി യോജിപ്പിച്ച് തന്നെ പോകണം. അത് കൊണ്ടു നടക്കണതാണ് ഏറ്റവും നല്ല ഭാഗ്യവാൻ, അല്ലേ? ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, എത്രയോ പേര് സുഹൃത്തുക്കളുണ്ട്, അല്ലേ? അച്ഛന്റെ കാലം തൊട്ടുള്ള സംവിധായകരുമായിട്ട് ഇപ്പോഴും കൈകോർത്ത് പോകുന്നില്ലേ? അതൊക്കെയാണ് നമ്മുടെ ഒരു ഗുരുത്വം എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെ കണക്കൂട്ടുന്ന ആളാണ്. അങ്ങനെ കണക്കൂട്ടി തന്നെ പോകണം. നിങ്ങൾ തമ്മിൽ ഇതിനു മുമ്പ് ഒരുമിച്ച് അഭിനയിച്ച സിനിമകൾ ഇല്ല, ഞങ്ങൾ ആദ്യമായിട്ടല്ലേ? എങ്ങനെയുണ്ട് സണ്ണി? അടിപൊളിയല്ലേ? എങ്ങനെ അടിപൊളി എന്ന് ചോദിച്ചാല് മനുഷ്യനായിട്ടും അടിപൊളിയാണ്, ആക്ടറായിട്ടും അടിപൊളിയാണ്. അതെ, തൃപ്തിയായതല്ലേ? എങ്ങനെ അടിപൊളി എന്നൊക്കെ ചോദിച്ചിട്ട് അല്ല, വേറെ ഒരു റൂട്ടാണല്ലോ തന്നെ, അല്ലെ? ലൊക്കേഷൻ ആണെങ്കിൽ നല്ല രീതിക്ക് എല്ലാവരോടും പെരുമാറി. ഒന്നാമത്തെ കാര്യം നമ്മൾ സംസാരിക്കുമ്പോ ഇപ്പൊ നമ്മുടെ രണ്ടുപേരുടെ ഒക്കെ സംസാര സ്പീഡ് ഇച്ചിരി മുകളിലാണല്ലോ. സണ്ണി ഒരു സെന്റൻസ് തീർക്കുമ്പോഴത്തേക്കും ഞാന് നമുക്ക് ക്ഷമ വേണം. കറക്റ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞ, അല്ലേ? എല്ലാവരും ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാറുള്ളത്.
പക്ഷെ നമുക്കെല്ലാം മനസ്സിലും പതുക്കെ പറയുന്നുണ്ടേ. അല്ല നമുക്ക് ഒരു ഇച്ചിരി ഇങ്ങനെ നമ്മുടെ ഒരു സാധനം ഇങ്ങനെ ഒന്ന് പറഞ്ഞു കേട്ടു. നമ്മളിങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് സഖി അത് ഞാൻ ഇതൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്കും കൂതറ സിനിമ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ തന്നെ ഭരതുണ്ടല്ലോ, ഭരത് ഒന്ന് തമിഴാണല്ലോ. അപ്പൊ ഞാൻ ഇതേപോലെ തന്നെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോ സ്ലോയിലുള്ള സംസാരമല്ലോ. അപ്പൊ നമ്മളെന്തെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റും. ഈ കഥ പറയാൻ വരുള്ളൂ. കഥ പറയാൻ വരും അവർ ചിലപ്പോൾ സ്പീഡിലായിരിക്കും. അപ്പൊ സണ്ണി എങ്ങനെയാണ് നമുക്ക് സ്പീഡിൽ പറയാം, സണ്ണിക്ക് ഇങ്ങനെ സ്ലോ ആയിരിക്കുമല്ലോ. ഗ്രാസ്പിംഗ് ഫാസ്റ്റ് ആണ്. പുള്ളിയുടെ റിയാക്ഷൻ ആണ് അതിങ്ങനെ ആലോചിച്ച് ആ വാക്കുകൾ കറക്റ്റ് തെരഞ്ഞു പിടിക്കണായിരിക്കും അകത്ത് ഉള്ളിന്റെ ഉള്ളിൽ നടക്കണത്. ഞാനിത് എങ്ങനെ പറഞ്ഞാൽ അത് കറക്റ്റ് ആവും എന്നുള്ളതിന്റെ ഒരു സാരം കൂടെ ഉണ്ടാവും. ക്യാരക്ടറായിട്ട് വരുമ്പോ അതില്ലാട്ടോ. അതവിടെ കറക്റ്റ് ഏതാണ് പറയണ്ട. അത് അഭിനയമാണല്ലോ, അത് അഭിനയമാണ്, ഇത് റിയൽ ആണല്ലോ. അതിന് ഓൾറെഡി റിട്ടേൺ ആണല്ലോ. അതെ, എന്തൊക്കെ പറയണം എന്നുള്ളതൊക്കെ ഓൾറെഡി കുറെ സ്ലോ ആണ് ചില സമയത്ത്. ചില നമ്മള് റെൻഡറിങ് രീതിയൊക്കെ ഉണ്ടല്ലോ, അത് ചില സമയത്ത് പാളിപ്പോവും. അപ്പൊ വന്നിട്ട് പിന്നെ ഡയറക്ടറിന് പറയും അങ്ങനെയല്ല ഇങ്ങനെയാണ് പറയും. പക്ഷെ കറക്റ്റ് ആയിട്ടാണോ ഇത് പറഞ്ഞത്? ഞാൻ പറഞ്ഞില്ലേ ഒരു ഡയറക്ടറാണ് നല്ല നടൻ പറഞ്ഞ പോലെ. അത് തന്നെ കറക്റ്റ് പറഞ്ഞു. എനിക്ക് ആ പോയ പോക്ക് ഇങ്ങനെ പറയണത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിലായത് നിങ്ങൾ ഒരുമിച്ച് കൂടിയ ആ നിമിഷം തൊട്ട്. അല്ല സണ്ണി എല്ലാം പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഈ പറയുന്ന ഗ്രാസ്പിംഗ് ഫാസ്റ്റ് ആണ് ഇതാണ്. പക്ഷെ ഈ തിരിച്ചു പറയുമ്പോ ഹീസ് ബീങ് വെരി എന്താ പറയണത് സെൻസിബിൾ ആൻഡ് ഇനി നമ്മൾ പറയണത് ഹേർട്ട് ചെയ്യരുത് എന്നൊക്കെ പറയണതിന്റെ ഒരു മര്യാദയും കൂടെയാണ് അത്. അതൊക്കെ ചിന്തിച്ച് പറയല്ലോ. എന്താ പറയുക, നമുക്കൊരു മുഷിലും അല്ല, നമുക്കൊരു പിണക്കം വരില്ല. അതാണ് സണ്ണിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സണ്ണിയോട് ഇപ്പൊ സണ്ണിക്ക് ചിലപ്പോൾ എന്നോട് ദേഷ്യം ഉണ്ടെങ്കിലും സണ്ണിയുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് ഇല്ല എന്ന് തോന്നും, മനസ്സിലുണ്ടെങ്കിൽ പോലും. ഞാൻ പേഴ്സണലി പറഞ്ഞാട്ടെ, എല്ലാവർക്കും അങ്ങനെ സണ്ണിയുടെ സംസാര രീതിയാണ് ഞാൻ പറഞ്ഞത്. അത് നമുക്ക് ഇഷ്ടമാണ്. അങ്ങനെ എപ്പോഴും ദേഷ്യം ഉണ്ടെങ്കിൽ അങ്ങനെ സംസാരിക്കും കേട്ടോ. ഈ ലെവൽ തന്നെയാണ് ശബ്ദത്തിന്റെ ലെവലൊക്കെ, ഈ ലെവൽ തന്നെയാണ്. ഇങ്ങനെ അങ്ങ് പിടിച്ചു പോകുള്ളൂ, അതാണ് നല്ലത്. ശബ്ദം ഉയരത്തുമല്ല. അങ്ങനെ ചിലവരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആകുമ്പോ ശബ്ദമൊക്കെ ഉയരുമല്ലോ ഭയങ്കരമായിട്ട്. എക്സൈറ്റ്മെന്റ് ഉള്ളിൽ ഇങ്ങനെ പിടിച്ച്. സണ്ണി ചൂടായാലും മുഖത്ത് മാത്രമേ വ്യത്യാസം ഉള്ളൂ, ദേഷ്യത്തിൽ മുഖഭാഗത്തിന് മാത്രമേ വ്യത്യാസമുള്ളൂ. പക്ഷെ ശബ്ദം ഇങ്ങനെ തന്നെയാണ്. അതാണ് ഞാൻ കണ്ടിട്ടുള്ളൂ. അല്ലെ, അതാണ് ഇത്. അടുത്ത പ്രൊജക്റ്റ് ഒക്കെ ആയിരുന്നു. അടുത്ത പ്രൊജക്ട് അങ്ങനെ പ്ലാനിങ്ങിലാണ്. ഇപ്പൊ 2 മാസം ടോട്ടലി ഒരു ബ്രേക്ക്. ഇത് കഴിഞ്ഞിട്ട് മതിയെന്നും വെച്ചോ, ഇതൊന്ന് റിലീസ് ആകട്ടെ. അങ്ങനെയല്ല, കുറച്ച് പ്രോജക്ട്സ് ഇപ്പൊ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. അതൊക്കെ റിലീസ് ആവാനുണ്ട്. പിന്നെ അതിന്റെ ഇടയിൽ പിന്നെ കുറച്ച് പ്രൊജക്ടുകൾ പ്ലാനിങ് ഉണ്ട്. ഇപ്പൊ ഞങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട്. കേട്ടോ, എവിടെയും സ്ലോയാ, എനിക്ക് കിട്ടുന്നില്ല. അത്ര പോലെ മനസ്സിലായി തിരിച്ച് റിപ്ലൈ പറയണ്ട. പക്ഷെ അത് വരേണ്ട ഒരു സ്പീഡ് രീതിയുടെ ഒരു പ്രശ്നമാണ്. എന്താണ് അടുത്ത സംവിധാനം? അടുത്ത കൊല്ലം കുറച്ച് ആക്ടേഴ്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സ്ലോലി അനൗൺസ് ചെയ്യേണ്ട ഒരു വലിയ സിനിമ എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞു വെച്ചിരിക്കുന്നത്. വലുതുണ്ട്, ചെറുതുണ്ട്, ഇൻ ബിറ്റ്വീൻ ഉണ്ട്. എഴുതിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണല്ലോ. ഐ മീൻ ഞാനല്ല എഴുത്തുകാരായിട്ട് ഉള്ള ഡിസ്കഷൻസും പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. സോ ഹോപ്പ്ഫുള്ളി തിങ്സ് അടുത്ത കൊല്ലം എനിക്ക് അനൗൺസ് ചെയ്യാൻ പറ്റുമായിരിക്കും. അല്ല, നല്ല നല്ല സിനിമകൾ വരട്ടെ. ഈ സ്ക്രിപ്റ്റ് റൈറ്ററിന്റെ ഏറ്റവും നല്ലൊരു സിനിമയായി ഇത് മാറണം. നിങ്ങൾ നമ്മുടെ സംവിധായകനെ സിനിമ കഴിഞ്ഞിട്ടെങ്കിലും ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്ന് ഇരുത്തണം. നമുക്കൊന്ന് പള്ളി കൊണ്ടുവന്ന് ഇരുത്തണം. ഞാൻ ഇന്നലെ ഒത്തിരി നോക്കി ഒന്ന് ഇരുത്താന്നുള്ളത്, ഇന്നും നോക്കി. നമ്മൾ തള്ളണ്ട, അത് കറക്റ്റായിട്ട് ആ സ്പോട്ടിൽ ആ സമയത്ത് എത്തിക്കോളൂ അല്ലേ. ഒരു സിനിമയുടെ വിജയത്തോടുകൂടി എത്തട്ടെ, അതാണ് നമ്മുടെ ഒക്കെ ആഗ്രഹം. ഈ പറഞ്ഞ പോലെ ഇപ്പോൾ സിദ്ധുവിന്റെ അടുത്ത് ഡയറക്ടറാണ്, ഒരു ചെറിയ കാര്യം കൂടി ചോദിച്ച് അവസാനിക്കും. റിവ്യൂ ബോംബുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങൾ. കാരണം അതിപ്പോഴും കഴിഞ്ഞ ദിവസം പ്രൊഡ്യൂസറിന്റെ മീറ്റിംഗിൽ ഞാൻ അവിടെയും പറഞ്ഞു, നമ്മുടെ ജിന്നു സിനിമയാണ് പറഞ്ഞത്. റിലീസ് മാറ്റി വെച്ചപ്പോൾ നമ്മൾ റിലീസ് അടുത്ത ആഴ്ചത്തേക്ക് വെച്ചപ്പോൾ തന്നെ ഒരു റിവ്യൂ പറയും. ആ ഒരു സംവിധാനം ഇപ്പൊ കോടതിയെ കൃത്യമായി ഇടപെടൽ നടക്കും അല്ലെ. കൃത്യമായി ഇടപെടൽ എന്ന് വെച്ചാൽ ഗംഭീരമായിട്ട് കോടതി, ബഹുമാനപ്പെട്ട കോടതി ഇടപെട്ടിട്ടുണ്ട്. അതേക്കുറിച്ച് ഒരു ഡയറക്ടർ എന്ന നിലയും ഒരു ആക്ടർ എന്ന നിലയും എങ്ങനെയാണ് അർത്ഥം? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് റിവ്യൂസ് മോശമല്ല, ഒരിക്കലും അല്ല. അത് ഒരു മോശമായ കാര്യമല്ല. റിവ്യൂസ് പറയണം,
കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എല്ലാ ആർട്ടിസ്റ്റിനും ആവശ്യമാണ്. അതിലാണ് നമ്മൾ നന്നായി വരിക. ബാക്കി ഈ റിവ്യൂ ബോംബിംഗ് എന്നൊക്കെ പറയുന്നത്, സിനിമ ശരിക്കും മോശമാണെങ്കിൽ അത് റിവ്യൂ ഇല്ലാത്ത സമയത്തും സിനിമകൾ പൊട്ടിയിട്ടില്ലേ? അത് ഇവര് പൊട്ടിയതല്ല. അപ്പോ റിവ്യൂ ബോംബിങ്ങിന്റെ ഒരു സാധനം ഞാൻ പറഞ്ഞു. പിന്നെ ഈ ജിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ ഒരാഴ്ച മുന്നേ ഈ പറഞ്ഞ കാര്യം 30-ാം തീയതി മുതൽ റിവ്യൂ ഉണ്ടായിരുന്നു. അവരെങ്ങനെയാണ് സിനിമ കണ്ടിട്ട് ഇത് പറഞ്ഞെന്നുള്ളത് നമുക്കറിയില്ല. പിന്നെ ഓരോ സിനിമയ്ക്കും അതിൻ്റെതായിട്ടുള്ളൊരു വിധിയുണ്ട്. ഈ പറഞ്ഞ കാര്യം മോശമാണെങ്കിൽ മോശമായിട്ട് തന്നെ ഇരിക്കും. ഇപ്പൊ ജിന്ന് മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. അതിന്റെ ഒരു വിധി ഇച്ചിരി ട്വിസ്റ്റഡ് ആയിരുന്നു. കുഞ്ഞ് ജനിച്ചു, പക്ഷെ ചാവുള്ള പോലെ നീങ്ങി. അത് ഡോക്ടേഴ്സിന്റെ ചില റിലീസിന് തലേന്ന് വരെ നമ്മൾ ടെൻഷൻ അടിച്ചു. ഞാനും ഉണ്ടായിരുന്നു, ഞാനും കുറെ കാര്യങ്ങൾ ടെൻഷൻ അടിച്ചവരാ നമ്മളൊക്കെ. യെസ്. സോ ജിന്നിനെ കുറിച്ച് ഇങ്ങനെ ഒരു ഏരിയയിൽ ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമല്ല സത്യം. പിന്നെ ഈ റിവ്യൂ ബോംബിങ്ങിന്റെ കാര്യത്തില് എനിക്ക് ആകെ ഉള്ള ഒരു സാധനം എന്ന് പറയുന്നത് കളിയാക്കൽ ഇച്ചിരി കുറയ്ക്കാം. വ്യക്തിഹത്യ ചെയ്യുന്നു, അത് ഇച്ചിരി കുറയ്ക്കാവുന്നതാണ് പേഴ്സണലി. എന്താ വെച്ചാൽ ഇത് ഈ കേൾക്കുന്ന ആർട്ടിസ്റ്റുകൾ അവരുടെ കോൺഫിഡൻസ് ആണ് ഇല്ലാതാക്കി കളയുന്നത്.